എൻ്റെ റബ്ബേ, നേരം വെളുത്തോ? അത്താഴത്തിന് നീച്ചിട്ടില്ലല്ലോ. എൻ്റെ റബ്ബേ, വല്ലാത്ത ചതിയായിപ്പോയല്ലോ. പാത്തൊന്നും വിളിക്കൂല. പാത്തോ, പാത്തോ, പാത്തോ. ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. എന്താ മനുഷ്യ രാവിലെ തന്നെ കിടന്ന് കൂവുന്നേ? അതെന്താ പാത്തോ കൂവാൻ? ഞാൻ എന്താ പൂവങ്കോയോ? ഞാൻ നിന്നെ പാത്തൂന്ന് തന്നെയല്ലേ വിളിച്ചത്. ഹോ, തമാശ. നിങ്ങൾ പൂവനാണോ പെടയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കോയാണെന്ന് വരെ അപ്പുറത്തെ സൈനുപ്പ പറയുന്നുണ്ട്. തല്ല് കിട്ടാതെ സൂക്ഷിച്ചോളി. നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്താ എന്നെ അത്താഴത്തിന് വിളിക്കാഞ്ഞേ? അതാ പണ്ടായേ, നിങ്ങളല്ലേ നീച്ചിട്ട് 5 മിനിറ്റും പാടി കടുക്കട്ടെ എന്ന് പറഞ്ഞത്. നിങ്ങളെ 5 മിനിറ്റ് 5 മണിക്കൂറാണെന്ന് എനിക്കറിയോ. ഇനി നോമ്പ് തുറക്കാൻ അധികം സമയമൊന്നുമില്ല. പ്രത്യേകം പണികളൊന്നുമില്ലല്ലോ. പോയി കിടന്ന് ഉറങ്ങിക്കോളി. എന്നാലും എൻ്റെ പാത്തോ, ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസം ഞാനിനി 7 മണിക്കൂർ ഇരിക്കണ്ടേ? ഇന്നത്തെ നോമ്പ് വേണ്ടാന്ന് വെച്ചാലോ? വല്ലാത്ത ജാതി. നോമ്പ് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കിട്ടാനാ? ഒരു തുള്ളി പച്ച വെള്ളം പോലും തരൂല. എന്നാലും എൻ്റെ പാത്തോ, എൻ്റെ ശരീരം ക്ഷീണിക്കും. നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലേ? ക്ഷീണിക്കും. പണിക്കൊന്നും പോവില്ലല്ലോ. കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവല്ലേ. തലോമ്പും 3 പണിക്ക് പോവില്ല പറഞ്ഞ ആളാ. ഇന്ന് നോമ്പ് 15 എന്നൊരു ദിവസം അത്താഴത്തിന് നീച്ചില്ല വിചാരിച്ചിട്ട് ശരീരം ക്ഷീണിക്കാൻ പോവല്ലേ. മിണ്ടാതെ അവിടെ കിടന്നോളണം. പഠിച്ചവൻ്റെ കുതിരത്ത് കൊണ്ടാണ് പട്ടിണി ഇല്ലാത്തത്. എന്നാലും എൻ്റെ പാത്തോ, മിണ്ടാതെ അവിടെ കിടന്നോണ്ടി. നോമ്പ് പിടിച്ച എൻ്റെ വായൊന്നും വേണ്ടാത്തതൊന്നും കേൾക്കണ്ട. ഇനി മിണ്ടണ്ട. ഇനി കിടന്ന് ഉറങ്ങിയേക്കാം. അടുത്ത വരവ് അവൾ ഒടുക്ക എടുത്തിട്ടേക്കും വരാം. റഹ്മാനായ റബ്ബേ, ഇനി മഗ്‌രിബ് ബാങ്കിന് അടുപ്പിച്ച് നീച്ചാൽ